ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞാനും മോളും ഒറ്റയ്ക്കാണ് പോകുന്നത്. മണാലി ട്രിപ്പാണ്. ബട്ട് ഞാനും മോളും ഒറ്റയ്ക്കാണ് ട്രെയിനിൽ ഡൽഹി വരെ പോകുന്നത്. ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും മോളും ഒറ്റയ്ക്ക് 2 ദിവസം ട്രെയിനിൽ ഡൽഹി വരെ പോകുന്ന വീഡിയോ ആണിത്. അപ്പം മുഴുവനും കാണാൻ ശ്രമിക്കുക എല്ലാവരും. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഞങ്ങൾ രാജധാനിക്കാണ് പോവാറ്. ഇപ്രാവശ്യം നമുക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ രാജധാനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. മംഗള എക്സ്പ്രസ്സിനാണ് കിട്ടിയത്. 4:30 കാലിക്കറ്റിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മംഗള എക്സ്പ്രസ്സിൽ പോകുന്നത്. ഇത് 2 days ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സാറ്റർഡേ ആണ് കയറിയത്. ഇപ്പം സൺഡേ ആയിട്ടുണ്ട്. മോർണിംഗ് തന്നെ മോൾ എണീറ്റു. നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ട്രെയിനിന് ക്ലീനിങ് വൈസ് നോക്കുകയാണെങ്കിൽ രാജധാനിനൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ച് കുറവാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ചങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കണ്ടറിയാം. ഇപ്പം എന്തായാലും നീറ്റാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ലോങ് ട്രിപ്പ് ഒറ്റയ്ക്ക് പോകുന്നത്. ഞാൻ പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും നോർത്തിലേക്ക് 2 days ഒക്കെ ട്രെയിനിൽ, അതും മോളെയും വെച്ചിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ട്രെയിനിൽ നിന്ന് ഓർഡർ ചെയ്ത ലഞ്ചാണ് കേട്ടോ. ചിക്കൻ താലിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാണ്ട് നിവർത്തിയില്ല. മോള് ലഞ്ചൊക്കെ കഴിഞ്ഞ് ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. പടയപ്പന്നൊക്കെ പറഞ്ഞ് ക്യാപ്പൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താ വെച്ചാൽ മക്കളൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തുക അല്ലെങ്കിൽ കുറേ ടൈം ഇങ്ങനെ ഇരിക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോക്ക്, ഞാനൊരു കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോഫി വാങ്ങിക്കൊടുത്തു. മെഷീൻ കോഫിയാണ്, അറിയാലോ, തല്ലിപ്പൊളി കോഫിയായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് ഒരു മലയാളി ഫാമിലി ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. എപ്പോൾ പോകുമ്പോഴും മലയാളി ഫാമിലിയോ പട്ടാളക്കാരോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ, ജൈനൂരൊക്കെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ. എന്തായാലും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മലയാളി ഫാമിലീസ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് എന്തായാലും അവിടെ എത്തിയപ്പോൾ തന്നെ സമാധാനമായി. അവരെ കിട്ടിയപ്പോൾ തന്നെ മോളും ഹാപ്പിയായി. കാരണം അവൾക്ക് കളിക്കാൻ ഒരു മോളുണ്ട് കൂടെ. മോളുടെ തന്നെ ഏജ് തന്നെയാണ് മോക്കും. അവരെ പരിചയപ്പെട്ടതുകൊണ്ട് എനിക്കൊരു വലിയൊരു ഹെൽപ്പായത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം മീൻ കറിയും ചോറും എനിക്ക് കിട്ടി. പൻവേലിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഇവര് സ്ഥിരം പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. സോ അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരുന്നു കേട്ടോ. അവര് കാശ്മീരിലേക്കാണ് പോകുന്നത്. ആഗ്ര സ്റ്റേഷനിലാണ് ഇറങ്ങുക. അതായത് നിസാമുദ്ദീൻ സ്റ്റേഷന്റെ 2 സ്റ്റോപ്പ് മുന്നാണ്. എന്തായാലും മോൾക്ക് ഇവരുള്ളതുകൊണ്ട് ട്രെയിൻ യാത്ര ബോറടിച്ചിട്ടില്ല. മോള് നല്ല ഹാപ്പി ആയിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ ട്രെയിനിൽ. അപ്പോൾ 2 days യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇറങ്ങി വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. പ്രീമിയം വെയിറ്റിംഗ് റൂമാണ് എടുത്തത്. പെർ ഹവർ നമുക്ക് വന്നത് 200 ആണ് പെർ ഹവർ വന്നിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് അതിനൊരു കഫേയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പപ്പനെ വെയിറ്റ് ചെയ്ത് ഇവ ആകെ ടയർഡായിട്ട് മോക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. 4 മണിയായി. ഇപ്പം ലാൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കോളൊന്നും വന്നിട്ടില്ല. നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അൺറീച്ചബിൾ ആയിട്ടാണ് കാണുന്നത്. 5:30 ഒക്കെ ആയപ്പോൾ പപ്പ വന്നിട്ടുണ്ട്. പപ്പനെ കണ്ടപാടെയുള്ള റിയാക്ഷൻ, ഞാൻ എന്താ വെച്ചാൽ വീഡിയോ എടുത്തത് റെക്കോർഡായില്ല. അതെനിക്ക് മിസ്സായിപ്പോയി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഹിമാചൽ ട്രിപ്പൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും വീഡിയോസ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്